എല്ലാവർക്കും നമസ്കാരം. തിരുനാൾ പെരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ ചാലക്കുടി സെയിൻറ്റ് മേരീസ് ഫൊറോന ദേവാലയമാണ്. പരിശുദ്ധ മാതാവിൻ്റെ പിറവിയുടെ ദേവാലയമാണ്. പിറവി തിരുനാളിനായി ദേവാലയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ആദ്യത്തെ ദേവാലയം AD 600 സ്ഥാപിതമാകുന്നത്. അന്ന് ഇവിടെ ആയിരുന്നില്ല, അപ്പുറത്ത് പാലസ് റോഡിലായിരുന്നു ദേവാലയം സ്ഥാപിതമായത്. പിന്നീട് AD 1300 ദേവാലയം ഇങ്ങോട്ട്, ഇപ്പോൾ ദേവാലയം ഇരിക്കുന്നതിൻ്റെ പിൻഭാഗത്തായിട്ട് മാറ്റി സ്ഥാപിച്ചു. പിന്നീട് 2 തവണ കൂടി ദേവാലയം പുനർനവീകരിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയം 2021 ഡിസംബർ 12 ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവാണ് ആശീർവദിച്ചത്. ജോസ് പാലാട്ടി അച്ഛനായിരുന്നു അക്കാലത്ത് വികാരി. ഇവിടെ ദേവാലയം സ്ഥാപിതമാകുന്നതിന് മുൻപ് AD 600 ആ കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള ആളുകൾ വിശ്വാസപരമായ കാര്യങ്ങൾ, കർമാനുഷ്ഠാനങ്ങളിലെല്ലാം പങ്കെടുക്കാനായിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള അമ്പഴക്കാട് സെയിൻറ്റ് തോമസ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സാമ്പാളൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലുമൊക്കെ പോയിക്കൊണ്ടിരുന്നു വിശ്വാസപരമായ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. ഏതായാലും ദേവാലയത്തിൻ്റെ കൂടുതൽ ചരിത്രവും ഇവിടുത്തെ പിറവിത്തിരുനാളിൻ്റെ ആഘോഷങ്ങളും എല്ലാം നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് മദ്ബഹയും അൽത്താരയും എല്ലാം പരിചയപ്പെട്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാം. ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം. ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വിശ്വാസിക്കും പ്രാർത്ഥനയുടെ വലിയൊരു ആത്മീയ ആനന്ദം നൽകുന്ന വിധമാണ് ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് വൈദ്യുത ദീപ വെളിച്ചവിന്യാസം വളരെ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്. സ്വർണ്ണവർണ്ണം ചാർത്തിയതാണ് മദ്ബഹ നമുക്ക് കാണാൻ കഴിയുന്നത്. മദ്ബഹയുടെ നടുവിൽ ഈശോയുടെ സർവരെയും അനുഗ്രഹിക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം നമുക്ക് കാണാം. വശങ്ങളിലായി നിരവധി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ കാണാം. എന്തുകൊണ്ടും പ്രാർത്ഥനയുടെ വലിയൊരു നിമിഷം ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗം നമുക്ക് നൽകുന്നുണ്ട്. മദ്ബഹയുടെ നടുവിൽ സർവരെയും അനുഗ്രഹിക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം കാണാം. അതിനു മുകളിലായി ദേവാലയ മധ്യസ്ഥയായ പിറവി മാതാവിൻ്റെ, പരിശുദ്ധ മാതാവിൻ്റെ ഉണ്ണിയെ കൈകളിൽ വഹിച്ചിരിക്കുന്ന മനോഹരമായൊരു തിരുസ്വരൂപം കാണാം. അതിൻ്റെ മുകളിലായിട്ട് ഈശോയുടെ ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തങ്ങളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മദ്ബഹയുടെ വശങ്ങളിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും തിരുസ്വരൂപങ്ങൾ നമുക്ക് കാണാം. അതിന് മുകളിലായി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ യൂപ്രാസ്യാമ്മ, മറുഭാഗത്ത് അൽഫോൺസാമ്മ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ തോമാസ്ലിഹ എന്നിവരുടെയും തിരുസ്വരൂപങ്ങൾ മദ്ബഹയിൽ പ്രാർത്ഥനയുടെ വലിയ ഒരു ആത്മീയ ആനന്ദമാണ് ഈ ദേവാലയത്തിലെത്തുന്ന വിശ്വാസ സമൂഹത്തിന് നൽകുന്നത് എന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മദ്ബഹയുടെ വശങ്ങളിൽ ഈശോയുടെ മംഗളവാർത്തയുടെയും അതുപോലെ തന്നെ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്നതിൻ്റെയും വളരെ മനോഹരമായ ചിത്രീകരണങ്ങൾ നമുക്ക് കാണാം. മദ്ബഹയുടെ ഇരുവശങ്ങളിലുമായി ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെയും തിരുസ്വരൂപങ്ങളും ഈ ദേവാലയത്തിലെത്തുന്ന വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥനയുടെ വലിയൊരു ആത്മീയ ആനന്ദം നൽകും വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും ഭക്തിയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തിനും ഏതിനും അമ്മയോട് അത്ര സ്നേഹം കാണിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അവർക്കെപ്പോഴും അമ്മ അവരുടെ കൂടെയുണ്ട്, സഹായത്തിനുണ്ട്. അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മാധ്യസ്ഥം വഴി എല്ലാം നടക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് ഇവിടെയുള്ളവർ. നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ഭക്തി
ഓരോ വർഷം ചെല്ലുന്തോറും അത് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം എല്ലാ വർഷത്തേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരുനാൾ ആഘോഷമാണ് പ്ലാൻ ചെയ്തു വരുന്നത്. 9 ദിവസങ്ങളിൽ നവനാളുകളുണ്ട്. പക്ഷെ 9 നവനാളുകളുടെ തലേ ദിവസം 9 വിവിധങ്ങളായ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ ഗെറ്റ് ടുഗദറും പിറന്നാൾ ആഘോഷവുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരൊരുമിച്ച് കൂടുന്നു. അമ്മയുടെ ബർത്ത്ഡേയുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കുന്നു. അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നു. അവർ പിറ്റേ ദിവസം നവനാളിൽ അവരെല്ലാവരും വന്ന് കാഴ്ച സമർപ്പണത്തോടുകൂടി ബലിയർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴി കാനായിലെ കല്യാണ വീട്ടിൽ എന്നതുപോലെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈ നാടും ഈ നഗരവും നാട്ടുകാരും ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തി വഴി കാനായിലെ കല്യാണ വീട്ടിൽ എന്നതുപോലെ സമൃദ്ധിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ പ്രാർത്ഥന വഴി സംരക്ഷണം ലഭിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് അവരുടെ ജീവിത ബന്ധിയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഗന്ധമുള്ള ഒരു തിരുനാളാവകാശമാണ് ഇവിടെ നടക്കുക. അങ്ങനെ ആരോഗ്യ മേഖല, ആഹാര മേഖല, വിദ്യാഭ്യാസ മേഖല, ആതുര ശുശ്രൂഷ മേഖല, വ്യവസായ വ്യാപാരി മേഖല, വിദ്യാഭ്യാസ മേഖല, ഇങ്ങനെ ഓരോ മേഖലയിൽപ്പെട്ട ഈ ചാലക്കുടി പട്ടണത്തിലുള്ള എല്ലാവരും മാറി മാറി ഓരോ ദിവസം ഒരുമിച്ച് കൂടും. ആ ചെറിയ ചെറിയ ബർത്ത്ഡേ ഗെറ്റ് ടുഗദറിന് ശേഷം 8-ാം തീയതി എല്ലാവരും ഒരുമിച്ച് കൂടി 7 കുർബാനകളുണ്ട്. രാവിലെ 6 മണിക്ക്, 7:30 കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അംബ്രോസ് പുത്തൻവീട്ടിലച്ഛൻ്റെ നേതൃത്വത്തിൽ, 7:15 നേർച്ച ഊട്ട് ആശീർവദിക്കും. 6 മണിയുടെ കുർബാന കഴിയുമ്പോൾ ഏകദേശം ഒരു 100 കിലോളം വരുന്ന ഒരു വലിയ മെഗാ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യും. ഏകദേശം 4000-ഓളം പേർക്ക് അനുഭവിക്കാവുന്ന അത്രയും വലിയ കേക്കാണ്. ഒരു 10-15-20,000 പേർക്ക് കഴിക്കാവുന്ന നേർച്ച ഭക്ഷണമുണ്ട്, വെജിറ്റേറിയൻ. 9:30 ആഘോഷമായ സിറോ മലബാർ സഭയുടെ റാസാ കുർബാന രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ. 12 മണിക്ക് മലങ്കര റീത്തിലുള്ള കുർബാന, 2:30 മണിക്ക് ഒരു കുർബാന സിറോ മലബാർ റീത്തിൽ, 3:30 മണിക്ക് സിറോ മലബാർ സഭയുടെ പഴയ സുറിയാനി ഭാഷയിലുള്ള കുർബാന, 5 മണിക്ക് ഇടവകയിലെ വൈദികർ ഒരുമിച്ച് കുർബാന, അതിനുശേഷം കുരിശ് വരെ പ്രദക്ഷിണം. ഇങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെയാണ് ഈ തിരുനാൾ ആഘോഷം. ഇതുവഴി അമ്മയെപ്പോലെ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾ രൂപപ്പെടണമെന്നാണ് ഇവർ പ്രാർത്ഥിക്കുക. ഒപ്പോഴും വിശുദ്ധ ഔസേപ്പിതാവിനുള്ള ഒരു മാധ്യസ്ഥമുണ്ട്. അമ്മയും അപ്പനും അവർ രണ്ടുപേരുടെയും പ്രത്യേക സംരക്ഷണം ഈ തിരുനാൾ ആഘോഷം വഴി ഇടവകയിൽ എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസവും ബോധ്യമുള്ളവരാണ് ഇവിടെയുള്ള എല്ലാവരും. AD 600-ലാണ് ആദ്യത്തെ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നത്. നൂറ്റാണ്ടുകളുടെ കടന്നുപോക്കിലൂടെ ഇന്ന് 4ാമത്തെ ദേവാലയത്തിനകത്ത് അച്ഛനും ഞാനും നിൽക്കുമ്പോൾ മനോഹരമായ ഒരു അൾത്താര നമുക്ക് പിൻഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും അതിനു മുൻപ് പഴയ ദേവാലയത്തിൽ പുരാതനമായ ഒരു മദ്ബഹ, പോർച്ചുഗീസ് ശില്പ മാതൃകയിലുള്ള ചിത്രകലകളോടുകൂടിയ മനോഹരമായൊരു മദ്ബഹ ഉണ്ടായിരുന്നു. ഇപ്പോഴാ മദ്ബഹ എവിടെയാണ്? ആ മദ്ബഹ ഒട്ടും കേടുവരുത്താത്ത വിധത്തിൽ ഒരു നിത്യാരാധന കേന്ദ്രം പണിത് അതിൻ്റെ മദ്ബഹയായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിവെ രാവിലെ 8 മണി തുടങ്ങി വൈകുന്നേരം 8 മണി വരെ അവിടെ ആരാധനയുണ്ട്. ഞായറാഴ്ചകളിൽ വിവിധങ്ങളായ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ സ്വർഗീയ അനുഭവം നൽകുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കിരീടം ധരിപ്പിക്കുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് അമ്മയെ സ്വർഗീയ കിരീടം ധരിപ്പിക്കുന്ന മനോഹരമായ ആ അൾത്താര അതുപോലെ തന്നെ ഒരു കേടും കൂടാതെ പുനർനിർമ്മിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആ പഴമ ഒട്ടും കളയാതെ ഇന്നും അത് ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ ചാലക്കുടിക്കാരെ എത്ര അനുമതിച്ചാലും നമുക്ക് മതിയാകത്തില്ല. മംഗളവാർത്ത ശ്രവിച്ച അമ്മ ആദ്യം പോയത് ഇളയമയെ ശുശ്രൂഷിക്കാനാണ്. അപ്പം അമ്മയുടെ ഈ ബർത്ത്ഡേ ആഘോഷത്തോടനുബന്ധിച്ച് ചെയ്യുന്ന കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. 10,000 ഡയാലിസിസ് കിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു കിറ്റിന് 850 രൂപയുടെ അടുത്ത് വില വരുന്ന കിറ്റാണ് കൊടുക്കുന്നത്. 3 പ്രാവശ്യം റീയൂസ് ചെയ്യാവുന്ന കിറ്റ്. അത് 10,000 കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏകദേശം 85 ലക്ഷം രൂപ ഈ തിരുനാളോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികളെ സഹായിക്കാനായിട്ട് ചെലവ് ചെയ്യുന്നു. ഒപ്പം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് 50 പേർക്ക്
സാരിയും പൊന്നും കൊടുക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ അമ്മയുടെ തിരുനാളോടനുബന്ധിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അമ്മയെപ്പോലെ തന്നെ മികവാർന്നു നിൽക്കുന്ന ഒരു ഇടവക സമൂഹമാണ് ചാലക്കുടിയിലേത്. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാകചാരിയണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. ഭൂലോകനാഥന്റെ അമ്മയാകാൻ നന്ദിയോടോർക്കുന്നു കന്യാസുതർ ഞങ്ങൾ. മേരി മാതാവേ നിൻ ത്യാഗാർപ്പണം. ഓരോ ഗ്രീഷ്മരാത്രിയിൽ വിധാന നക്ഷത്രമേ അമ്മേ അമരാത്മവേ സ്വർഗീയ പീഠത്തിൽ അലങ്കാരമേറ്റുന്ന അമ്മേ മനോഹരേ സ്നേഹാർച്ചന അമ്മയ്ക്കേകിടുന്നീവ ആത്മാവിൽ ആലയം. പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ദേവാലയത്തിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിൻ്റെ ദേവാലയത്തിനകത്ത് മദ്ബഹയുടെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള തിരുസ്വരൂപമാണ്. വളരെ മനോഹരമായി സാരി ഉടുപ്പിച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്ത്രീകളെ അണിയിച്ചൊരുക്കുന്നത് പോലെ തന്നെ മാതാവിനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാരികൾ ഇവിടെ ആളുകൾ സമർപ്പിക്കുന്നതാണ്. മാതാവിൻ്റെ പേരിൽ മാലയും സ്വർണ്ണാഭരണങ്ങൾ അതുപോലെ തന്നെ സാരിയൊക്കെ സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ആ സമർപ്പിക്കപ്പെടുന്ന സാരികളും അതുപോലെ തന്നെ ഇവിടെ ലഭിക്കുന്ന മാതാവിൻ്റെ പേരിൽ ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പാവപ്പെട്ടവരായ വിവാഹം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഇവിടെ അപേക്ഷകൾ സമർപ്പിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവരായ ആളുകൾക്കാണ് ഈ സ്വർണവും ഈ മാതാവിന് ലഭിക്കുന്നതുമായ വസ്ത്രങ്ങളും സാരികളും ഒക്കെ നൽകുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. മാതാവിനെയും ഈ ദേവാലയത്തെയും തിരുനാളാഘോഷത്തെയും ഒക്കെ കുറിച്ച് പറയാനായിട്ട് ഇവിടെ ചില ആളുകൾ ദേവാലയവുമായി ബന്ധപ്പെട്ട ഇടവകാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. 1955-56 കാലഘട്ടത്തിൽ ഇവിടെ വികാരിയായിരുന്ന ജെയിംസ് വടക്കൂട്ട് വികാരി ആണ് അന്ന് പ്രധാനമായിട്ടും ഈ തിരുനാളിൻ്റെ കർമ്മങ്ങൾ നടത്താനുള്ള ആഹ്വാനം ചെയ്തതും ആഘോഷം തുടങ്ങിയതും. അന്ന് സുറിയാനി ഭാഷയിലാണ് പാട്ട് പാടിയിരുന്നത്. ആ സുറിയാനി ഭാഷ പിന്നീട് അത് 1973 ആൻ്റണി ഇരുമ്പനച്ചനായിട്ട് മാറ്റി അത് മലയാളത്തിലാക്കി. അത് സുറിയാനി പാട്ട് ഞാൻ 4 വരി പാടാം. തിരുനാൾ സുദിനം മാതാവിൻ ജനനം ആമോദവായ്പിൻ പാടാം സ്തോത്രം. അത് മലയാളത്തിലാക്കിയതാണ്. മലയാളത്തിലെ സുറിയാനിയിൽ ഏതാത് യവുമാ നെഗതോൽ ക്ലീല ദശമീരാസ ലീക്കാർ മറിയം. അന്ന് മുതലേ ഞാൻ എൻ്റെ കൂട്ടുകാരനൊരുത്തുമാണ് ഇപ്പോൾ പൂ എത്രാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങളെയാണ് നിയോഗിച്ചിരുന്നത്. പണ്ട് കാലത്തൊക്കെ ഇതിന് പുത്തിരി പെരുന്നാൾ എന്ന് പറയും. പുതിയ അരി കുത്തി നെല്ല് കുത്തി അരിയാക്കി ആ അരിയാണ് അന്നത്തെ തിരുനാൾ ദിവസങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് ഇടവകയിൽ നിന്നും വിവാഹം കഴിച്ചു പോയിട്ടുള്ള എല്ലാ ദമ്പതികളും ആ വർഷത്തെ ദമ്പതികൾ അവരുടെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രമാണ് മന്ത്രകോടി. ആ മന്ത്രകോടി ധരിച്ചിട്ടാണ് എല്ലാവരും ഈ തിരുനാൾ ദിനം മുമ്പിൽ നിൽക്കാറുള്ളത്. അത് തന്നെ ഏറ്റവും മനോഹരമെന്ന് തന്നെയാണ്. അന്ന് 4 അങ്ങാടി ചുറ്റിക്കൊണ്ടായിരുന്നു ഈ പള്ളിയുടെ പ്രദർശനം പോയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുസൃതം മൂലം
അത് ഒരു അങ്ങാടിയിലേക്ക് ആയി ചുരുക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നു, നാടിൻ്റെ വികസനത്തോടൊപ്പം തന്നെ. ആദ്യകാലങ്ങളിൽ നമ്മുടെ അൾത്താരയിൽ നാച്ചുറലായിട്ടുള്ള ഒറിജിനൽ തിരിയാണ് കത്തിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ട തിരികളൊക്കെ ഈ കാലഘട്ടങ്ങളിലാണ്, ഈ പെരുന്നാളിനോട് ചേർന്നുള്ള ദിവസങ്ങളിലാണ് ഉണ്ടാക്കുക. അത് വെഞ്ചിരിക്കുന്നത് തന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഈ തിരികളൊക്കെ വെഞ്ചരിക്കുക. ഏകദേശം ഒരു 4 അടിയോളം ഉയരമുള്ള തിരികളാണ് അന്ന് അൾത്താരയിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അത്രയും ആഘോഷങ്ങളാണ്. പിന്നെ തിരുപാത്രങ്ങൾ, പള്ളിയിൽ കുരിശൊക്കെ റിപ്പയർ ചെയ്യുക, പൊൻകുരിശുകളും വെള്ളിക്കുരിശുകളൊക്കെ കേടുപാടുകൾ തീർത്ത് പൂപാത്രങ്ങൾ, മെഴുതിരിക്കാലുകൾ, പള്ളിയകം മൊത്തം അലങ്കരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അത് അനുഭവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പെരുന്നാളിനൊക്കെ വരുമ്പോൾ എന്താ ഒരു ആവേശം, അതിലൊക്കെ ഒരു പങ്കാളിയാവാനായിട്ട്. ആ കാലഘട്ടം ഇന്നത്തെ പോലെയല്ല, ആ കാലഘട്ടത്തിന് പരിമിതികളുണ്ട്. എന്നാലും ആ പരിമിതികളൊക്കെ ലംഘിച്ചുകൊണ്ട് പൂപ്പാത്രങ്ങളൊക്കെ പോളിഷ് ചെയ്യാൻ സ്ത്രീജനങ്ങൾ വരും. ആ പുരുഷന്മാർ തിരികൾ ഇവിടെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ തിരികളൊക്കെ ഉണ്ടാക്കാൻ ആ പുരുഷന്മാരും സഹായിക്കും. അങ്ങനെ ഒരു മാസത്തോളം ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഈ പള്ളിയിൽ നടത്തുന്നുണ്ട്. ചിങ്ങമാസത്തിലെ മാതാവിൻ്റെ ദർശന പെരുന്നാൾ ഞങ്ങൾ ചെറുപ്പം തുടങ്ങി ഇങ്ങനെ കേട്ടാണ് ഞങ്ങളെ ഓർമ്മയിലുള്ളത്. അതിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ തിരുനാൾ സുദിനം മാതാവിൻ ജനനം ആമോദവായ്പിൽ പാടാം സ്വസ്ത്രം നൈർമല്യ തികവിൽ നറുലില്ലി മലരേ കന്യത്ത തികവിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. അത് ഇരുമ്പനച്ഛനാണ് അത് എഴുതി ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളത് ഭയങ്കരമായിട്ട് പാടും. പിന്നെ അന്ന് സാളബലിതിഞ്ഞ് നടത്തുന്ന സമയത്ത് അന്ന് കപ്പ്യാരുമാരായിരുന്ന അവർ ഇതിലത്തെ ദർശന സഭയിലെ അംഗങ്ങളായിരുന്നു. അവരെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് ധൂപം, അതുപോലെ അന്നം വെള്ളം ഇതൊക്കെ തെളിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഇവർ പള്ളിയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ പുണ്യാളന്മാരുടെ അടുത്ത് പോയി ഇതൊക്കെ തെളിച്ച് അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ തന്നെ എല്ലാവരും കണ്ട് തിരിച്ചു പോകും. ആ പാട്ട് പാടിയിട്ട് തിരിച്ചു പോകും. അത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് എന്താണ് ഈ നടക്കണത് ഇങ്ങനെ നോക്കി നിൽക്കും. അത് നമുക്ക് ആഴ്ചയിൽ ഈ പരിപാടി തുടങ്ങി 2 ദിവസമാണ് അത് ഉണ്ടാവുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ കൂടി വരുന്നത്. ഇപ്പൊക്കെ ആഡംബരം കൊണ്ടല്ലേ ജീവിക്കുന്ന എല്ലാവരും. ഇപ്പോൾ ആഡംബരമായിട്ട് അന്ന് കാലത്തൊന്നും ആദ്യമായിട്ട് ആഡംബരമൊന്നുമില്ല. പ്രദർശനം പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് മാതാവിൻ്റെ കൂടെ തന്നെ 4 ചുറ്റും പോയി എല്ലാ പ്രദർശനമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് കുടുംബം എല്ലാവരും പോവും. ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചുങ്ങളും വെച്ചൊക്കെയുള്ള എല്ലാവരും കൂടിയിട്ട് ആ ദർശനം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവുള്ളൂ. എനിക്ക് നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ കനാലിന്മ വെറുതെ വെച്ച് കെട്ടിയൊരു പെരയിൽ കിടന്നായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് എനിക്കിന്ന് നല്ലൊരു ഭവനം എന്താണെന്ന് കിടക്കാനായിട്ടിടാ. 6 മക്കളുണ്ട്, 4 ആണും 2 പെണ്ണും. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ സ്വസ്ഥമായിട്ട് ഒരു മോൻ്റെ കൂടെ ജീവിക്കുന്നു. ജോസ് മാളിക്കലച്ഛൻ വന്നപ്പോഴാണ് ഇത് മാതാവിൻ്റെ പിറവിയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തെ പെരുന്നാളിനാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് 8 നോമ്പ് ആചരണം ആരംഭിക്കുകയും പിന്നെ 8-ാം തീയതി തന്നെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ടും തീരുമാനിച്ചു. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ഊട്ട് തിരുനാൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നെ ഇന്ന് വരെ
ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി തന്നെ ഊട്ടുതിരുനാളായിട്ട് ആഘോഷിച്ചു വരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ആയിരങ്ങളാണ് ഓരോ മാസം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോളി ലാൻഡ് കാണാനായിട്ട് വരുന്നവരെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്നവരാണ്. ഞങ്ങൾ ഈ ഇടവക സമൂഹം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ്. ഏറ്റവും മനോഹരമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് എല്ലാവരും തയ്യാറാണ്. സാമ്പത്തികമായിട്ടായിരുന്നാലും എല്ലാവരും വളരെ പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണവും ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാണ്. അത് അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെയും ഞങ്ങളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ സാന്നിധ്യവും സ്നേഹത്തിൻ്റെയും എല്ലാം അടയാളമായിട്ട് ഞങ്ങളത് കാണുകയാണ്. അമ്മയുടെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷം ആഘോഷിക്കുന്നു. ഏകദേശം 40 വർഷത്തോളമായി ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയായി സേവനമനുഷ്ഠിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുനാൾ, ദർശന തിരുനാൾ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുനാൾ, ഊട്ടുതിരുനാൾ, ഇങ്ങനെയൊക്കെ ഈ തിരുനാൾ അറിയപ്പെടുന്നു. ഈ സമയങ്ങളിലെല്ലാം നാനാജാതി മനസ്തർ ഇവിടെ എത്തിച്ചേരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാത്രി 9 മണിക്ക് ദേവാലയം അടയ്ക്കുമ്പോഴും ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി അവരുടെ അപേക്ഷകളെല്ലാം സമർപ്പിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ നേടി അവർ പോകുന്നതെല്ലാം ഞാൻ വീക്ഷിക്കാറുണ്ട്. ഇന്നത്തെ കാഴ്ചകളും അവസാനിക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപത ചാലക്കുടി സെയിൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നിന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുനാളിൻ്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളും ദേവാലയ ചരിത്രവും ഒക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടതും തിരിച്ചറിഞ്ഞതും. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ മറ്റൊരു ദേവാലയത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.